ഇന്നാ കഴിച്ചോ? എടുത്തോ വേണ്ടേ? ആഹാ കൊണ്ടുപോയില്ലോ. എന്താ ക്യാച്ച്? വലുത് നിനക്ക് തരൂല. എന്റെ കവിള് ഇരിക്കുമല്ലേ, അത് കൊടുക്കട്ടെ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുരങ്ങച്ചന്മാരെ നമുക്കിന്ന് പോയി കാണാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിയും കൊടുക്കാം. മിക്കവാറും നമ്മൾ ചെല്ലുമ്പോൾ കുറേ കുരങ്ങച്ചന്മാരെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് കുറച്ച് പഴം തന്നെ മേടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ബായി കുറച്ച് ഞാലിപ്പൂമ്പഴം അടിപൊളിയായിട്ട് പോയിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി കവറോട് കൂടി അവിടെ ചെന്ന് കഴിയുമ്പോൾ കവറോട് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അടിപൊളിയായിട്ട് കവറിലൊക്കെ ഇട്ട് നമ്മുടെ ബായി നമ്മുടെ കയ്യിലേക്ക് പഴം എത്തിച്ചു. ഇനി നമുക്കപ്പോൾ പോവാം. എന്തായാലും പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ സാധ്യതയുണ്ട്. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ മഴ, വെയിൽ, ജോലി തിരക്ക് ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റാറില്ല. പോകുന്ന വഴിക്കുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണിത്. കാണാൻ നല്ല ഭംഗിയില്ലേ? വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഴയും വരും, നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കുരങ്ങന്മാരെ ലക്ഷ്യമാക്കി നീങ്ങാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ മരത്തേടം കാരണം ഒരാളെ നമ്മൾ വന്നുകൊണ്ടാണ് ആരും കാണാനില്ലല്ലോ. ഓട്ടോറിക്ഷയിൽ ആരാണ്ടൊക്കെ പുല്ലൊക്കെ ചെത്തി കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടോട്ടെ. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി വണ്ടികളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ മൃഗങ്ങളും അല്ലെങ്കിൽ കുരങ്ങുകളൊക്കെ റോഡ് സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പോയ വഴിക്ക് നമ്മളെ ഒരാളെ കണ്ടിട്ടുണ്ട്. സൈഡിൽ മരത്തിൻ്റെ മേളിൽ നിന്ന് ചാടി താഴത്തേക്ക് പോവുകയാണോ കണ്ടിട്ട് പേടിച്ചിട്ടാണ് തോന്നുന്നു. പിന്നെ അകത്തേക്കൂടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ കണ്ടിട്ട് മേളിലൊരാൾ മരത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പഴം കാണിച്ചു നോക്കാം, ഇറങ്ങി വരുമെന്ന് അറിയാം. അവിടെ അങ്ങ് 2 പേരിരിപ്പുണ്ട്. പഴം കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ അടുത്തേക്ക് വരും. പഴം ഓടിവാ. താഴെ വെക്കൊണ്ടെന്ന് തോന്നുന്നു. പുറകിൽ ആരാ ഓടി? ഞാൻ മരത്തിലിരുന്ന ആളാന്ന് തോന്നുന്നു. ചാടി പഴം കണ്ടു കഴിഞ്ഞപ്പോൾ ചാടി താഴെ ഇറങ്ങിയിട്ടുണ്ട്. ആഹാ, ഒളിഞ്ഞു നോക്കുവാണോ? മേളിൽ കയറുക. എന്ത് അടുത്തേക്ക് വരുമ്പോൾ പറന്നാണോ പോണേ? അടിപൊളി. കാട്ടിലേക്ക് വിട്ടുപോയി. മരത്തേന്ന് ഇറങ്ങി വരുമോ? അത് താഴെ പഴം വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാം. ഇറങ്ങി വരൂ താഴത്തേക്ക് ഇറങ്ങി വരൂ. ഒരു വീഡിയോ എടുക്കാനാണ്. താഴത്തേക്ക് ഇറങ്ങി വാ. താഴത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ മേളിലേക്ക് കയറി പോവാണ്. അടിപൊളി. പയ്യെ താഴത്തേക്ക് വാ. മേളിൽ കയറിയിരിക്കില്ല, ഞാനൊന്നും ചെയ്യില്ല. താഴെ താഴത്തേക്ക് ഒരാൾ വന്നല്ലോ, അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. കൊള്ളാം. ഈ മരത്തിൽ തന്നെയിരുന്നു ആൾക്കാർ പഴം കണ്ടുപോയി. അവർക്ക് ഭയങ്കര പേടിയാണ്. നോർമലി അടുത്തേക്ക് വരാറുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ. ഇതിൽ പഴം ഒരെണ്ണം നിലത്ത് ഇവിടെ വെച്ച് കൊടുത്തു നോക്കാം, അവർ വരുമെന്നറിയാം. ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓടി വന്ന് എടുത്തോട്ടോ. കമാൺ ഇങ്ങോട്ട് വാ. ഞാനൊന്നും ചെയ്യില്ല, ഇങ്ങോട്ട് പോരേ. ഇങ്ങനെ പേടിയാന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് മാറി ഇന്ന് നോക്കാം. അടുത്തേക്ക് എന്തായാലും വരുമായിരിക്കും. അടുത്തേക്ക് ഓടിയാ. എവിടെ പേടിയാ? തിരിച്ച് അതേ സ്പീഡിൽ തന്നെ അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വാ. എന്തത് റോക്കറ്റോ? എടുത്തു വന്നു, എടുത്ത് വിട്ടുപോയി. കൊള്ളാം. എന്നാ ഓർണം കൂടെ. ഇവന്മാർക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് കുറച്ച് അപ്പുറം പോയിട്ട് കുറേ ആൾക്കാരുണ്ട്, അവരെയും കൂടെ കണ്ടു നോക്കാം. ഇവർക്ക് വന്ന് മേടിക്കാനായിട്ട് ഭയങ്കര പേടി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ എടുക്കൽ നടക്കില്ല, അത് ലേറ്റാവും. നിങ്ങളവിടെ പേടിച്ചിരുന്നോ? ഞാൻ പോയേക്കുക. നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകും. എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാർ ഈ റോഡ് സൈഡിലൊക്കെ മരത്തിൽ നിന്നൊക്കെ ചാടി കാട്ടിലൊക്കെ വന്നിരിപ്പുണ്ടാവും. കുറച്ച് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ എന്തായാലും കാണാൻ പറ്റും. എന്തായാലും ഇന്ന് മഴയൊന്നും പെയ്യില്ലെന്ന് തോന്നുന്നു. ആകാശമൊക്കെ നല്ല നീല കളറിലുണ്ട്. മഴയൊന്നും പെയ്യാൻ സാധ്യതയില്ല, നല്ല വെയിലായതുകൊണ്ട് എല്ലാവരെയും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കൂട്ടുകുടുംബം തോന്നുന്നു, കുറേ ആൾക്കാരുണ്ട്. ഇവന്മാരെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊരു പഴം കൊടുത്തു നോക്കാം മേടിക്കുമ്പോൾ. ഒരാൾ പയ്യെ റോഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. എന്നാ ബാ കഴിച്ചോ. ഓടിയാ ബാ. എന്നാ പേടിക്കണ്ട, ഇങ്ങോട്ട് പോരെ. ബാ. ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മേടിച്ചോ. അടിപൊളി, നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച്. കണ്ടോ, തൊലിയൊക്കെ പൊളിച്ച് അടിപൊളിയായിട്ടായിരുന്നു കഴിക്കണേ. തൊലിയൊന്നും കഴിക്കൂലേ? ആഹാ, അതിൻ്റെ പുറകെ കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ. കവറിലേക്കാണ് നോട്ടം. കവറിനകത്ത് പഴമുണ്ടല്ലോ, അതിനകത്തേക്കാണ് നോക്കണം. എന്നാ ഇത് പറഞ്ഞെടുത്തോ. എന്നാ കഴിച്ചോ. ആഹാ, കൊള്ളാം.
എല്ലാവരും നമ്മളുമായിട്ട് കൂട്ടായി എല്ലാവരും മേടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നാ ചിലർക്ക് പേടിയാണ്, ചിലർക്ക് തീരെ ഒരു പഴം അങ്ങനെ തന്നെ വയലത്താകത്താക്കിയോ. നിൻ്റെ മുന്നോ കഴുത്തിലൊക്കെ ഒതുക്കി വെച്ചേക്കണു. രണ്ടാമത്തെ മേടിച്ചോണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്ത് സ്പീഡാ അത്, 3 പഴം അകത്താക്കിയോ. കഴുത്തേക്കടെയൊക്കെ ആൾക്കാർ ഓടി വെക്കണണ്ട. ദേ നമ്മുടെ കയ്യിൽ കവറും പഴമൊക്കെ ഇരിക്കണ കണ്ടിട്ട് എല്ലാവരും കവറിലേക്കാണ് നോക്കണേ. എന്നാ എന്ത് ഇവൻ പുലിയാട്ടോ, നമ്മുടെ കയ്യിൽ ഇവൻ എടുക്കനാ. ബാക്കി എല്ലാവരും പറഞ്ഞുപോയി, ബാക്കി എല്ലാവരും ഓടിപ്പോയി ഇത് കണ്ടോളി. ഇവൻ നമ്മൾ കൊടുക്കുന്ന പഴമൊക്കെ നമ്മുടെ അടിപൊളിയായിട്ട് മേടിച്ച് കഴിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് മേടിക്കുന്നവർക്ക് പഴമുണ്ട്, അല്ലാത്തവർക്ക് പഴമൊന്നുമില്ല. കണ്ട ഇന്ന് അടുത്ത് മേടിക്കാൻ വന്നെത്തിയില്ലെങ്കിലോ. താഴത്തേക്കടെയൊക്കെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. പഴവും തീറ്റയെ കൊണ്ടുവന്ന ഇത് കണ്ടോ, ഓരോരുത്തർ വന്ന് എത്തി നോക്കണം കണ്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ താഴത്തേക്കടേ നടക്കണം. ഇത് കണ്ടോ, 1 2 ഇവിടെ ഉണ്ട്, ഇത് അവിടെ വന്നിരിപ്പുണ്ട്. അടുത്തേക്കടെ ഒക്കെ നടക്കുന്നുണ്ട്. എന്നാ അത് കഴിക്കുക, അത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് തരാം. നീ കയ്യിലിരിക്കണ ആദ്യം കഴിക്കുക. എന്തിത് തൊണ്ട മൊത്തം പഴാലോ. ഇത് മൊത്തം എവിടെ ശേഖരിച്ച് വെക്കണേ? കഴിച്ചു കഴിഞ്ഞാ എന്നാ തരൂല. എൻ്റെ കയ്യിൽ നിന്ന് പഴം മേടിച്ചിട്ട് എന്നെ പേടിപ്പിക്കുന്നു. ഭീകരാ. ഇത് ഭീകരനാണോ ഭീകരിയാണോ എന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. ഏതോ ഒരാൾ എന്തെങ്കിലും ആട്ടെ. അതിൽ തൊലിയൊക്കെ പൊളിച്ചിട്ട ആൾക്കാർ. അടിയോ? അവർക്കും കൊടുക്കട്ടെ, നിനക്ക് കുറേ കിട്ടിയില്ലേ. എന്നാ കഴിച്ചോ. അയ്യോടാ പാവം കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കഴുത്തേലും ഉണ്ട് ഇഷ്ടം പോലെ. അത് തന്നെ ഒരാൾ മരത്തേക്കടെയൊക്കെ ആൾക്കാർ കയറി എടുക്കണം കണ്ടോ. അതിലൊക്കെ ഓരോരുത്തരുണ്ട്. അത് നമ്മൾ കൊടുത്ത പഴം മേളിലിരിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞത് മേടിച്ച അടിപൊളിയല്ലായിരുന്നു. എന്നാ മേളിൽ പോയിരുന്ന് കഴിക്കുക. എന്നാ അയ്യോ കുഞ്ഞാവ പോയി. എന്നാ ക്യാച്ച് ക്യാച്ച് ക്യാച്ച്. ക്യാച്ച് പിടിക്കാൻ പോലും അറിയില്ല. എന്തു അടി. ഒന്നും കൂടെ ക്യാച്ച് കൊടുത്ത് നോക്കാം. പിടിക്കണേ കറക്റ്റായിട്ട് പിടിക്കണം. പിടിച്ചോ. വാട്ടേ ക്യാച്ച്. കൊള്ളാം, മിടുക്കൻ. എന്നാ ബാ കയറുവാ. എന്നാ കഴിച്ചോ, കയറുവാ. ഇതെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ. ഇങ്ങോട്ട് വാ. എത്തിയില്ലോ നമ്മുടെ ഭീകരൻ. ഇവനാണ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണേ. എന്നാ ഇത് വേണോ? ഇത് വേണമെങ്കിൽ എടുത്തോ. എന്നാ തരൂല. അവിടെ തമ്മിൽ അടിയോ, സംഘം ചേർന്ന് അടിയാന്ന് തോന്നുന്നു. ഇതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ടെന്നേ. ഇതുങ്ങൾ തമ്മിൽ അടിയാണ് ഇത് മേടിക്കാനായിട്ട്. നല്ല മിടുക്കന്മാർ ഇതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പോകും. അല്ലാത്തതുങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നാ കയറുവാ. എന്നാ പഴം കയറുവാ, പയ്യെ കയറുവാ. അങ്ങോട്ട് ആരും വരില്ല, കയറി പോരെ. ആഹാ എന്നാ നീ അടുത്ത് വലിയ ചേട്ടൻ എത്തിയില്ലോ. ഇതുങ്ങൾ തമ്മിൽ അടിയെന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ താഴെ ഇരിപ്പുണ്ടെന്ന് ഇവർക്ക് കൊടുത്തോക്കാം. എന്നാ നിനക്ക് വേണോ? എന്നാ മേടിച്ചോന്നേ. പേടിക്കണ്ട, മേടിച്ചോ. ഒരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ പിടിച്ചു വെച്ചോണ്ടാന്ന് തോന്നുന്നു. ഒരു മൈൻഡില്ലാതെ എന്തോ ഒരു ജാടയാണ് മുഖത്ത്. ഇന്നേ മേടിച്ചോന്നേ. എൻ്റെ പൊന്നു, നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ചോണ്ടേ ഭയങ്കര ജാട. ഇനി കൊടുക്കുമെന്നൊരു സംശയമാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞിന് കൊടുക്കാൻ സമ്മതിക്കില്ല. എന്തൊരു ഗൗരവമാന്ന് നോക്കി. വേണമെങ്കിൽ മേടിച്ചോട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ കൊടുക്കും. വേണോ നിനക്ക്? നീ മേടിച്ചോ. കുഞ്ഞാട്ടോ, തലയെ കീരി വെച്ചിട്ടുണ്ടല്ലോ, അമ്മയാന്ന് തോന്നണം. കഴിച്ചോ. പിടിച്ചു വെച്ചോണ്ടിരിക്കുവാണോ? വേണ്ടേ? കൊണ്ടുപോടി. ആരോ വന്നു, വലിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മേടിച്ചെടുത്തു കേട്ടോ. നമ്മുടെ അവസാനത്തെ പഴമാണ്, നിനക്കും കൂടി ഉള്ളൂ. പരിപാടി കഴിക്കും. അപ്പോൾ ഇവരോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് പറയുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.